ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തിരക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. സാമ്പാർ ചീരയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് ചൂടാകാൻ വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായി പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് അതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 1 കപ്പ് പരിപ്പാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 1 നുള്ളു നല്ല ജീരകം, 3 അല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കത് ചീരയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം അധികം നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ എടുക്കാം. ഒരിത്തിരി സമയം മാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചീരത്തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കുക.